ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. Okay, so good evening students. നമുക്ക് ഇന്ന് മാത്സിന്റെ മൊഡ്യൂൾ 3 ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. സോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സിലബസ് എന്തൊക്കെയാണ്, നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ടൊന്ന് നോക്കാം, കണ്ടന്റ് എന്താണെന്നുള്ളത്. എന്നിട്ട് അതിൽ കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പോർഷൻസും വിത്ത് MCQs ആയിരിക്കും നമുക്ക് ഈ ഒരു സെഷനിൽ ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഓരോ ഇക്വേഷൻസും കൂടെ നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇപ്പൊ സെൻട്രൽ ടെൻഡൻസിയിൽ നമുക്ക് മീൻ മീഡിയൻ മോഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് മീൻ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീൻ ആണ്. അതിന് നമ്മൾ AM എന്നല്ലെങ്കിൽ X ബാർ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. നമുക്ക് 3 ടൈപ്പ് സീരീസ് ഉണ്ട്. അതിൽ ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ്. ഇതിന്റെയൊക്കെ മീൻ എങ്ങനെയാണ് എടുക്കുന്നത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോ X1, X2, X3 എന്ന് പറഞ്ഞിട്ട് കുറെ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ അല്ലെങ്കിൽ ഫ്രീക്വൻസി എത്ര. ഇപ്പം ഒരു 10 വാല്യൂസ് ഉണ്ടെങ്കിൽ ആ 10 വാല്യൂവിന്റെ സം എടുത്തിട്ട് ഡിവൈഡഡ് ബൈ 10 ചെയ്യും, അതായത് നമ്പർ ഓഫ് വാല്യൂസ്. അതാണ് നമ്മുടെ മീൻ എന്ന് പറഞ്ഞത്. X ബാർ ഈക്വൽ ടു സം ഓഫ് XI എന്ന് പറയുമ്പോഴത്തേ X1, X2, X3 അങ്ങനെ എല്ലാത്തിന്റെ സം എടുത്തിട്ട് എത്ര അങ്ങനത്തെ വാല്യൂസ് ഉണ്ടെന്നുള്ള നമ്പർ ഓഫ് X, അതിന് നമ്മൾ N എന്ന് പറയും. ഓക്കെ, അതാണ് ഇൻഡിവിജ്വൽ സീരീസിൽ. ഇനി നമുക്കറിയാം ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ Xന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഫ്രീക്വൻസി വാല്യൂ അങ്ങനെയാണ് കൊടുക്കുന്നത്, അല്ലെ, ഗ്രൂപ്പിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ മീൻ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ സിഗ്മ X എടുത്തെങ്കിൽ ഇവിടെ നമ്മൾ എങ്ങനെ എടുക്കും, സിഗ്മ FX അല്ലെ, FI വേർ I എന്ന് പറയുന്നത് 1 to N വരെ വരും. ഇവിടെ ഇപ്പൊ N വരെ കൊടുത്തിട്ടുണ്ടല്ലേ. ഡിവൈഡഡ് ബൈ നമ്മുടെ ഇവിടെ എന്താണ് ഫ്രീക്വൻസി, ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ്, എക്സിന്റെ എത്ര വാല്യൂസ് ഉണ്ടെന്നാണ് കൊടുത്തിരുന്നത്. അപ്പൊ ഇവിടെ വരുമ്പോൾ നമുക്ക് എഫിന്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലെ, ഓരോ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സിഗ്മ FI ടോട്ടൽ ഫ്രീക്വൻസി എഴുതിയാൽ മതി. ഇനി ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് സീരീസ്, അതായത് കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുമ്പോൾ നമുക്ക് റേഞ്ചിനാണ് അല്ലെ, ഒരു ക്ലാസ് പോലെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോ അങ്ങനെ ക്ലാസ്സസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഒരു 100 to 120, 120 to 130 ഇതിനാണ് നമ്മൾ ക്ലാസ്സസ് എന്ന് പറയുന്നത്, ഇങ്ങനെ എഴുതുന്നതിനാണ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇതേപോലെ തന്നെ സിഗ്മ FI XI എഴുതിയതിൽ ചെറിയൊരു ചേഞ്ച് വരുത്തും. X ബാർ എന്ന് പറയുന്നത് സിഗ്മ FI MI. ഇതില് F1, F2, F3 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് എന്താണ്, ഓരോ ക്ലാസിന്റെയും ഫ്രീക്വൻസീസ് ആണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ വന്നിട്ടുണ്ടാവും, കുറെ ഫ്രീക്വൻസീസ് വന്നിട്ട് 100 to 120 10, 120 to 130 12 അങ്ങനെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ F വാല്യൂ, ഇത് നമ്മുടെ ക്ലാസ്. അപ്പൊ ഈ ഫ്രീക്വൻസീസ് ആണ് F1, F2, F3 എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ക്ലാസിന്റെ മിഡ് വാല്യൂ, ഇപ്പൊ 100ഉം 120യും നടുക്കുള്ള വാല്യൂ എടുത്തിട്ട് നമ്മൾ എന്ത് അതിനെ M1 എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ അതാണ് മിഡ് വാല്യൂ. ക്ലാസിന്റെ മിഡ് വാല്യൂ M എന്നും അതിന്റെ ഒരു ക്ലാസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിനെ F എന്നും വിളിക്കുന്നു. അപ്പൊ നമ്മൾ F1 M1, F2 M2 അങ്ങനെ എഴുതി. സിഗ്മ FI MI ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി. ഓക്കെ, സോ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കണ്ടിന്യൂസ് സീരീസിന് നമുക്ക് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് അരിത്തമെറ്റിക് മീനിന്റെ കേസിലൊക്കെ. അരിത്തമെറ്റിക് മീനിൽ ഇങ്ങനെ നോക്കാം. ഇനി ഇതിന്റെ കുറച്ച് റിസൾട്ടുകൾ ഒന്ന് നോട്ട് ചെയ്യാം. The algebraic sum of deviations taken about the mean is 0. ഇതൊരു ഫാക്ട് പോലെ നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. നമ്മളിപ്പോ ഒരു പർട്ടിക്കുലർ ഡേറ്റയ്ക്ക് ആവറേജ് കണ്ടുപിടിച്ചു അല്ലെങ്കിൽ മീൻ കണ്ടുപിടിച്ചു, X ബാർ കണ്ടുപിടിച്ചു, ആൻഡ് അതിന്റെ അഗെയിൻസ്റ്റ് ഡീവിയേഷൻസ്, നമ്മൾ ഡീവിയേഷൻസ് പറയുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് എബൌട്ട് ദിസ് മീൻ എടുത്തിട്ട് നമ്മൾ അതിന്റെ ആൽജിബ്രൈക് സം എടുത്തു കഴിഞ്ഞാൽ അത് 0 വരുന്നുണ്ട്. ഇതിന്റെ ഒരു ആക്ച്വലി എക്സാമ്പിൾ കേസ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കൊണ്ടുവരാം, ഇന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല.
സോ നെക്സ്റ്റ് ഇതിന്റെ ഒരു എക്സാമ്പിളും കൂടെ വെച്ച് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, സോ അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ചിലപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതൊന്ന് നോക്കാം. പിന്നെ വരുന്നത് അരിത്തമെറ്റിക് മീനിൽ നമ്മൾ ഇപ്പം x1 x2 x3 x4 അങ്ങനെ എല്ലാ വാല്യൂസും ഉണ്ടല്ലേ. അപ്പൊ അതിൽ നമ്മൾ ഡേറ്റ മൊത്തം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒരെണ്ണത്തിന് കളഞ്ഞിട്ട് അടുത്തതിന് എടുക്കുന്നു, അങ്ങനെയല്ല, നമ്മൾ എല്ലാ ഐറ്റംസിനെയും കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് വാല്യൂസ് ബേസ്ഡ് ഓൺ ഓൾ ഐറ്റംസ്. പിന്നെ വരുന്നത് മീൻ ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ഈസ് n+1/2. നമ്മൾ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ മീൻ കണ്ടുപിടിക്കാൻ നോക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അത് n+1/2 എന്ന ഫോർമുല യൂസ് ചെയ്ത്. എന്ന് പറയുമ്പോൾ ആ നമ്പർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, ഇപ്പൊ ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സിന്റെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10+1/2 ചെയ്താൽ മതി. അല്ലാതെ 1 to 10 വരെ നിങ്ങൾ എഴുതി സം ചെയ്ത് ഡിവൈഡഡ് ബൈ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ഒരു ഫോർമുല യൂസ് ചെയ്താൽ മീൻ ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് കിട്ടും. പിന്നെ പറയുന്നത് എയും ബിയും രണ്ട് നമ്പേഴ്സ് ആണെങ്കിൽ അവരുടെ ഇടയിലുള്ള മീൻ, അത് നമുക്കറിയാലേ. ഒരു രണ്ട് നമ്പേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയിലുള്ള മീൻ അല്ലെങ്കിൽ ആവറേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ആ രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. പിന്നെ പറയുന്നത് ഇഫ് ബി ഓഫ് ബീസ് അരിത്തമെറ്റിക് മീൻ ഓഫ് എ ആൻഡ് സി, എയും സിയും എന്ന് പറഞ്ഞ രണ്ട് നമ്പേഴ്സ് ഉണ്ട്, അതിന്റെ അരിത്തമെറ്റിക് മീൻ എനിക്ക് ബി എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എ ബി സി ഇവരെന്താണ്, ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണെന്ന് പറയാം. നിങ്ങൾ പണ്ടത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻ ഒക്കെ അല്ലേ. അപ്പൊ ഇതും ഒരു ഫാക്ട് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒരു MCQ പോയിന്റ് ഓഫ് രീതിയിൽ ചിലപ്പോൾ ചോദിക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു പ്രോബബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സിൽ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കുറവായിരിക്കാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഈ മീൻ മീഡിയൻ മോഡ്, പിന്നെ പറയുന്ന ഈ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ അല്ലെങ്കിൽ സ്പ്രെഡിന്റെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇക്വേഷൻ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് കിട്ടത്തുള്ളൂ. ഡയറക്റ്റ് ആപ്ലിക്കേഷനെ വരത്തുള്ളൂ. അല്ലാതെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എടുക്കാനുള്ളതുള്ളൂ. അതിൽ വലിയതായിട്ട് ചേഞ്ച് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കുറവാണ്. നിങ്ങൾക്ക് കൂടുതലും ഡിസ്ട്രിബ്യൂഷൻസും ഈ ഒരു നമ്മുടെ മൊഡ്യൂളിലെ പ്രോബബിലിറ്റിയും പിന്നെ ഡിസ്ട്രിബ്യൂഷൻസ് അവിടെ നിന്നാണ് നമുക്ക് മേജർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ഇവിടെ നമുക്ക് അങ്ങനെ അധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ടൈപ്സ് ഞാൻ ഇതിന്റെ ഒരു കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളൂ. നമുക്ക് ഫൈനൽ MCQ ഡിസ്കഷനിൽ കുറച്ചുകൂടെ വെറൈറ്റീസ് ഉണ്ടെങ്കിൽ എടുക്കാം. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഇക്വേഷൻസ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇവിടെ നിന്നുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. ഓക്കെ, സോ ഇക്വേഷൻസ് കറക്റ്റ് ആയിട്ട് തെറ്റാതെ പഠിക്കാം. പിന്നെ ഇവിടെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, കമ്പൈൻഡ് മീൻ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ രണ്ട് സീരീസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതിന്റെ അരിത്തമെറ്റിക് മീൻ ഫസ്റ്റ് സീരീസിന്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ x1 ആണ്, സെക്കൻഡിൻ്റെത് x2 ആണ് അരിത്തമെറ്റിക് മീൻ. ആൻഡ് ആദ്യത്തെ സീരീസിൽ n1 നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ട്, രണ്ടാമത്തേൽ n2 നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ട്. എങ്കിൽ ഈ രണ്ട് സീരീസിനെയും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുവാണ്. ഓക്കെ, അങ്ങനെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ മീൻ, പുതിയ മീൻ കിട്ടും അല്ലെ. ആ മീൻ എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ കമ്പൈൻഡ് മീൻ ഈക്വൽ ടു n1 x1 ബാർ പ്ലസ് n2 x2 ബാർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. ഈ ഫോർമുലയും നിങ്ങൾക്ക് പഠിച്ചു വെക്കാവുന്നതാണ്. ചിലപ്പോൾ രണ്ട് സീരീസിന്റെ x1 n1 x2 n2 വാല്യൂസ് എന്ന ഡയറക്റ്റ് ആയിട്ട് അതിന്റെ കമ്പൈൻഡ് മീൻ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതാണ് നമുക്ക് അരിത്തമെറ്റിക് മീനിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്കുള്ളത് ജോമെട്രിക് മീനും ഹാർമോണിക് മീനുമാണ്. ഇപ്പൊ രണ്ട് വാല്യൂസ് p എന്നും q എന്നും തന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഇടയിലുള്ള അരിത്തമെറ്റിക് മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, p+q/2. സിമ്പിൾ ആണ് അല്ലെ. ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് pq. ഇതിപ്പോ രണ്ട് വാല്യൂസേ ഉള്ളൂ അല്ലെ. അപ്പം റൂട്ട് ഓഫ് pq അതെങ്ങനെ വരുന്നു എന്നുള്ള പറയാം. ഹാർമോണിക് മീൻ നിങ്ങൾക്ക് രണ്ട് വാല്യൂസിന്റെ കണ്ടുപിടിക്കാനാണെങ്കിൽ 2 × pq/p+q. ഇതിപ്പോ രണ്ട് നമ്പേഴ്സിന്റെ ഇടയിലുള്ള മീനാണ്. ഇനി കുറെ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? അരിത്തമെറ്റിക് മീൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. ജോമെട്രിക് മീൻ എങ്ങനെ വരുമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എന്താ ചെയ്ത് പിയും ക്യൂനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ റൂട്ട് എടുത്തു. ഇവിടെ റൂട്ട് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി എഴുതുന്നത് p × q ഹോൾ റൈസ് ടു 1/n ആണ് ആക്ച്വലി വരുന്നത്. ഈ n എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് വാല്യൂസിന്റെ പ്രോഡക്റ്റ് ആണ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ രണ്ട് നമ്പർ, അപ്പം ഇവിടെ എന്താണ് 1/2 വരും. സോ അങ്ങനെയാണ് ഇവിടെ സ്ക്വയർ റൂട്ട് വന്നത്. ഇനി ഇൻ കേസ് നമുക്കിപ്പോ ഒരു 4-5 വാല്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ എഴുതും? സോ x1 × x2 × x3 അങ്ങനെ അപ് ടു xn ദ ഹോൾ റൈസ് ടു 1/n. ഓക്കെ, ഇങ്ങനെയാണ് എഴുതുന്നത്. അതാണ് ജോമെട്രിക് മീൻ വരുന്നത്. അപ്പൊ രണ്ട് വാല്യൂസ് വരുമ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട് വരും. ഇനി ഇതുപോലെ തന്നെ ഹാർമോണിക് മീൻ എഴുതാൻ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ x1 x2 x3 xn വരെ വാല്യൂസ് ഉണ്ടെങ്കിൽ വി റൈറ്റ് ഹാർമോണിക് മീൻ ഈക്വൽ ടു n ഡിവൈഡഡ് ബൈ 1/x1
പ്ലസ് 1/x2 പ്ലസ് 1/x3 അങ്ങനെ ഓക്കെ. സോ ഇങ്ങനെയാണ് ഹാർമോണിക് മീന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡേറ്റ തന്നിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടത്. ഇനി വരുന്നത് ഇപ്പൊ നമ്മൾ മീൻ കഴിഞ്ഞു, നമുക്ക് ഇനി വരുന്നത് മീഡിയനും മോഡും ആണ് അല്ലെ. മീഡിയനും മോഡും ആക്ച്വലി ഇതൊക്കെ നമ്മൾ പണ്ടത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റുകൾ തന്നെയാണ്. മീഡിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഓവറോൾ ഡേറ്റ എടുത്തിട്ട് നമ്മൾ അതിന് എന്ത് ചെയ്യും, ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എടുക്കും, എന്നിട്ട് അതിന്റെ മിഡ് വാല്യൂ കണ്ടുപിടിക്കും. ഇപ്പൊ നമുക്ക് ഓഡ് നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ടെങ്കിൽ അതിൽ മിഡ് വാല്യൂ കിട്ടും. ഇനി ഇപ്പം ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും നടുക്കായിട്ട് 2 വാല്യൂസ് വരും. എങ്കിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ നടുക്കത്തെ 2 വാല്യൂന്റെ ആവറേജ് എടുക്കും. അങ്ങനെയാണ് മീഡിയം ചെയ്യുന്നത്. ഇനി ഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്ക് നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്. മീഡിയൻ ഈക്വൽ ടു L പ്ലസ് n/2 മൈനസ് C ഡിവൈഡഡ് ബൈ F ഇൻറ്റു H. അപ്പൊ ഇവിടെ ഇത് ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല, ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നിട്ടുണ്ട്, അപ്പൊ അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അല്ലാതെ ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരത്തില്ല. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് അവിടെ ബൈ ഹാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് മീഡിയൻ കണ്ടുപിടിക്കുന്ന 2 കേസ്. ഇപ്പം ഞാൻ ജസ്റ്റ് നമ്മുടെ ഇൻഡിവിജ്വൽ സീരീസ് ചെയ്താണ്. ഇപ്പൊ 1, 2, 5, 7, 10, 11, 30. അപ്പൊ ഇങ്ങനെ കുറച്ച് വാല്യൂസ് ഉണ്ട്. ഇതിപ്പോ ഞാൻ അസെൻഡിങ് ഓർഡറിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ മീഡിയൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ മിഡ് വാല്യൂ വരും. ഇവിടെയും 3, ഇപ്പൊ 7 ആണ് ഇതിന്റെ മിഡ് വാല്യൂ വരുന്നത് അല്ലേ, മിഡ് വാല്യൂ. അപ്പൊ ഇവിടെ മീഡിയൻ എന്താ 7 ആയിട്ട് വരും. ഇനി ഇൻ കേസ് ഞാൻ ഒരു വാല്യൂ കൂടെ ആഡ് ചെയ്യുവാണ് 70. അപ്പൊ എന്താണ്, നടുക്ക് നമുക്ക് 2 വാല്യൂസ് ഉണ്ടല്ലേ, 7ഉം 10ഉം. അപ്പൊ ഇവിടുത്തെ മീഡിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നടുക്കത്തെ 2 വാല്യൂസിന്റെയും ആവറേജ് എടുക്കും. ദാറ്റ് ഈസ് 17 ഡിവൈഡഡ് ബൈ 2. ഇനി ഗ്രൂപ്പ്ഡ് ഡേറ്റയുടെ കേസും പിന്നെ വേറൊരു എക്സാമ്പിൾ നമ്മുടെ ഏതാണ്, ഡിസ്ക്രീറ്റിന്റെ കേസും തന്നിട്ടുണ്ട്. ഡിസ്ക്രീറ്റിന്റെ കേസും നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡേറ്റയും അതിലെങ്ങനെ മീഡിയൻ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, ഇവിടെ നമ്പർ ഓഫ് കാർസും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട് അല്ലെ. അതായത് ഇപ്പൊ ഒരു ഫാമിലിയിൽ 0 കാറുള്ള എത്ര ഫാമിലീസ് ഉണ്ട്, 4 ഫാമിലീസ് ഉണ്ട്. 1 കാറുള്ള എത്ര ഫാമിലി ഉണ്ട്, 5 ഫാമിലി ഉണ്ട്. 2 കാറുള്ള 3 ഫാമിലി ഉണ്ട്. 3 കാറുള്ള 1 ഫാമിലി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എക്സും ഇതാണ് നമ്മുടെ എഫും ഫ്രീക്വൻസി. ഇനി നമ്മൾ ജസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ഈ ഒരു കേസിൽ എക്സും എഫും തന്നിട്ടുള്ളത് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ക്യുമുലേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഓരോ വാല്യൂ ആഡ് ചെയ്ത് എഴുതണം. അതായത് ഫസ്റ്റ് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് അതേ ഫ്രീക്വൻസി തന്നെ വരും. അടുത്തത് വരുമ്പോഴത്തേക്കും നമ്മൾ മേളത്തെ കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് 5 + 4 9 എഴുതും. ഇനി അടുത്ത താഴത്തെ വരുമ്പോൾ ഈ 9ന്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്യും. 9 + 3 12 എഴുതും. ഇനി അടുത്ത ഈ 12ന്റെ കൂടെ താഴത്തെ ഫ്രീക്വൻസി ആഡ് ചെയ്യും 1, അതായത് 13 വരും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ചെയ്യുന്നത്. സോ നമ്മൾ നമ്പർ ഓഫ് കാർസ് ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കും. മീഡിയൻ എന്ന് പറയുന്നത് n+1/2 വാല്യൂ. ഓക്കെ, സോ മീഡിയന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ n+1/2 പൊസിഷനിലുള്ള നമ്പറിന്റെ വാല്യൂ എടുക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് n എത്രയാണ്, നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് n എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസി അതായത് സിഗ്മ എഫ് ജി. സിഗ്മ എഫ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത്, 13 അല്ലെ, ഫൈനലി 13 ആണ്. അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് 13 ആണ്. 4 + 5 + 3 + 1 13 വരും. ഓക്കെ, അപ്പം നമ്പർ ഓഫ് വാല്യൂസ് ഈസ് 13. സോ നമ്മുടെ ഫ്രീക്വൻസി 13 ആണ്. അപ്പൊ ദ പൊസിഷൻ ഓഫ് ദ മീഡിയൻ ഈസ്, നമ്മളിപ്പോ n എത്രയാണ് 13 കിട്ടി അല്ലെ. മീഡിയൻ പൊസിഷൻ നമുക്ക് നോക്കണം. അതായത് അതിനാണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. അപ്പം 13 + 1 ഡിവൈഡഡ് ബൈ 2. 13 + 1 14, 14/2 7. 7th വാല്യൂ ആണ് എടുക്കേണ്ടത്. അപ്പൊ 7th വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ എങ്ങനെ കൺസിഡർ ചെയ്യുന്ന വെച്ചാല് നമ്മളിപ്പോ കൗണ്ട് ചെയ്ത് വരുമ്പോ ആദ്യത്തെ 4 പേര് നമ്മളെ നമ്പർ ഓഫ് കാർസിൽ 0 നമ്പർ ഓഫ് കാർസ് ഉള്ളവരാണ്. അത് കഴിഞ്ഞിട്ട് 4ൽ നിന്ന് 5 പേര് കൂടി, അതായത് 4ന് ശേഷം 5, 6, 7, 8, 9, 4ന് ശേഷമുള്ള 5 പേര് അവർ ഏത് കാറ്റഗറിയിൽ വരും, 1 എന്ന കാറ്റഗറിയിൽ വരും. അപ്പോ നമ്മുടെ 7ാമത്തെ ആളെന്ന് പറയുമ്പോൾ ഏതിലാ വരിക, ഇവിടെ ഫസ്റ്റ് 4 പേര് പോയി കഴിഞ്ഞു. അത് പോയിട്ട് ഫസ്റ്റ് 1, 2, 3, 4 ആൾക്കാർ പോയി. അത് കഴിഞ്ഞിട്ട് 1, 2, 3, 4, 5 ഇത്ര ആൾക്കാരാണ് അടുത്ത സെറ്റിൽ വരുന്നത്. അപ്പൊ നമ്മൾ 7ാമത്തെ ആൾക്കാർ എന്ന് പറയുമ്പോൾ 7ാമത്തെ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ തുടക്കത്തിൽ നിന്ന് കൗണ്ട് ചെയ്യും. 1, 2, 3, 4, 5, 6, 7. അപ്പൊ ഇവിടെ വരുന്ന വാല്യൂ ആണ്. പക്ഷെ ഇവിടെ വരുന്ന വാല്യൂ ഒന്നും നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. സോ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ 7th ഈ നമുക്ക് കിട്ടിയ നമ്പർ ഉണ്ടല്ലോ, ഇത് ഫോൾ ചെയ്യുന്ന ഫ്രീക്വൻസി ഏതാന്ന് നോക്കും. അതായത് ഇപ്പൊ നമുക്ക് 9 വരെ ഉണ്ടല്ലേ, 4ന് ശേഷം 9 വരെ
ഈ ഒരു റേഞ്ചിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ 7 എന്ന് പറയുന്നത് 9ന്റെ അകത്ത് ഫോളോ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഈ ഒരു റോ ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഇവിടുത്തെ എന്താണ്? നമ്മുടെ നമ്പർ ഓഫ് കാർഡ്സ്. ഇവിടുത്തെ മീഡിയൻ നമ്പർ ഓഫ് കാർഡ്സ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, നമുക്ക് കാർഡ്സിന്റെ മീഡിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒരു മിഡ് വാല്യൂ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ മിഡിലുള്ള രണ്ട് വാല്യൂസിന് ആവറേജ് എടുക്കാം. ഇനി ഒരു ഫ്രീക്വൻസി ടേബിൾ തന്നിട്ടുണ്ട്, ഒരു നമ്പർ ഓഫ് ഒരു പാരാമീറ്ററും അതിന്റെ കൗണ്ടും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതണം, എന്നിട്ട് നമ്മൾ n+1/2th പൊസിഷൻ ഏതാന്ന് കണ്ടുപിടിക്കണം. ആ പൊസിഷൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്നുള്ളത് നോക്കി അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിന്റെ വാല്യൂ അത് കണ്ടുപിടിക്കുമ്പോൾ അതാണ് നമ്മുടെ മീഡിയൻ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് FX, അതായത് ഡിസ്ക്രീറ്റ് സീരീസ് തന്നിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട മെത്തേഡ്. ഇനി ഒരെണ്ണം കൂടെ നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയൻ ഓഫ് ഗ്രൂപ്പ്ഡ് ഡേറ്റ, അല്ലെങ്കിൽ നമ്മുടെ കണ്ടിന്യൂസ് സീരീസിൽ വരുന്നതാണ്. അപ്പൊ ഇവിടുത്തെ ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരുന്നത്. ഓക്കെ, മീഡിയൻ ഫോർ ഗ്രൂപ്പ്ഡ് ഡേറ്റ. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഈ നേരത്തെ കണ്ട പോലെ എക്സ് എഫും തന്നിട്ടുണ്ട്. പക്ഷെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റേഞ്ച് പോലെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക, ഒരു ക്ലാസ് ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് മേളിന് ഇവിടെ താഴേന്ന് മേളിലോട്ടാണ് ഇൻക്രീസിംഗ് ഓർഡറിൽ കൊടുത്തിരുന്നത്. അപ്പൊ ഞാൻ ആ രീതിയിലാണ് നോക്കുന്നത്. അപ്പൊ 86 to 88, 89 to 91, 92 to 94, അങ്ങനെ ഓരോ ഇന്റർവെല്ലിന്റെ അകത്ത് എത്ര ഫ്രീക്വൻസി എന്നുള്ള തന്നിട്ടുണ്ട്. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഞാൻ എന്ത് ചെയ്യും, കൂട്ടി എഴുതും. 1 എഴുതി, 1 + 14 15, 15 + 18 33, അങ്ങനെ കൂട്ടി ഫ്രീക്വൻസി എഴുതി. ഇനി ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മീഡിയൻ ക്ലാസ് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ മീഡിയൻ ക്ലാസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ടോട്ടൽ ഫ്രീക്വൻസി ആദ്യം എടുക്കണം. എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ ഫ്രീക്വൻസി, ഇവിടെ ടോട്ടൽ ഫ്രീക്വൻസി എത്രയാ, നമുക്ക് ഫൈനൽ ക്യുമുലേറ്റീവ് കിട്ടിയത് തന്നെയാണ് ആ വാല്യൂ 41. ഇനി n = 41/2, ഇതിന്റെ ആവറേജ് എടുക്കും. 41/2 എന്ന് പറയുമ്പോൾ ഹാഫ് എടുക്കുമ്പോഴത്തേക്ക് എത്ര വന്നേ, 20.5. അപ്പൊ ഈ വാല്യൂ ഇൻക്ലൂഡ് ആയിട്ടുള്ള ക്ലാസ് ഏതെന്ന് നോക്കണം. അപ്പൊ ഇവിടെ 1 മാത്രമേ വരുന്നുള്ളൂ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ അല്ലെ. ഇനി 15 നോക്കിക്കഴിഞ്ഞാൽ 2 തൊട്ട് 15 വരെയുള്ള വാല്യൂസ് ആണ് ഇവിടെ ഈ ക്ലാസ്സിൽ വരുന്നത്. ഇനി 16 തൊട്ട് 33 വരെയുള്ള വാല്യൂസ് ആണ് ഈ ക്ലാസ്സിൽ വരുന്നത്. അപ്പൊ നമ്മൾ 20.5 ഈ ക്ലാസ്സിനകത്തല്ലേ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ മീഡിയം ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് മീഡിയം ക്ലാസ് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. നമ്മൾ ടോട്ടൽ ഫ്രീക്വൻസി /2 ചെയ്താൽ മതി. ഓക്കെ, അപ്പോ മീഡിയം ക്ലാസ് നമുക്ക് കിട്ടി. ഇനി മീഡിയം ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ഡയറക്റ്റ് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ. ഇവിടെ നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറയുമ്പോൾ മീഡിയൻ ക്ലാസ് ഏതാ, 92 to 94 അല്ലേ. ഇതിന്റെ ലോവർ ബൗണ്ട് വാല്യൂ എഴുതുക, അതായത് = 92 + n/2. n/2 എത്രയാണ്, നമ്മളിവിടെ ഇനി ഞാനിത് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ L എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസിന്റെ ലോവർ ബൗണ്ടറി, N എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസി, ഇവിടെ C എന്ന് പറയുന്നത് നമ്മുടെ മീഡിയൻ ക്ലാസ്സിന് തൊട്ട് മുന്നുള്ള ഒരു ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, H എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസിന്റെ വിഡ്ത്ത്, F എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസിയാണ്. സോ 92 എഴുതി, n/2 നമ്മളിപ്പോ ഇവിടെ കണ്ടുപിടിച്ചല്ലേ, 41/2 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഈ B എന്ന് ഉദ്ദേശിക്കുന്നത് ബിഫോർ ആണ്, അതായത് മീഡിയൻ ക്ലാസ്സിന് തൊട്ട് മുന്നേ ഉള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അതായത് 15 / F എന്താണ്, ഇത് ഏതിന്റെ ഫ്രീക്വൻസിയാണ്, നമ്മളെ മീഡിയം ക്ലാസിന്റെ ഫ്രീക്വൻസിയാണ്. ഓക്കെ, ടോട്ടൽ ഫ്രീക്വൻസി അല്ല, തെറ്റിക്കരുത്, നമ്മൾ മീഡിയം ക്ലാസിന്റെ ഫ്രീക്വൻസിയാണ്. ദാറ്റ് ഈസ് മീഡിയം ക്ലാസ് 33 ആണ് അതിന്റെ ഫ്രീക്വൻസി, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ല, ഫ്രീക്വൻസിയാണ് 80. ഇവിടെ മേളിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും ഇവിടെ ഫ്രീക്വൻസിയുമാണ്. ദ ഹോൾ മൾട്ടിപ്ലൈഡ് ബൈ I അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട H ആണ് ഇവിടെ എഴുതിയിരുന്നത്. ഏതായാലും കുഴപ്പമില്ല, വിഡ്ത്ത് ഓഫ് മീഡിയം ക്ലാസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ മീഡിയം ക്ലാസിന്റെ ഡിഫറൻസ് 92 94 ഇടയിലുള്ള ഗ്യാപ്പ് എത്രയാണ്, 94 - 92 അതായത് 2 വരും. അപ്പൊ ഇവിടെ × 2. അപ്പൊ ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇവിടുത്തെ മീഡിയൻ നിങ്ങൾക്ക് കിട്ടും. സോ ഇങ്ങനെയാണ് ഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്ക് നിങ്ങൾ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളെ മീനായി മീഡിയനായി. ഇനി നമുക്ക് എന്തുകൂടെയുള്ള മോഡ് ഉണ്ട്, പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ കൂടെ ഉള്ളൂ. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും
ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.